ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2-ലെ മെയിനായിട്ട് പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും ഹൗസ് കീപ്പിങ്ങും കുറിച്ചാണ്. നമുക്ക് ആദ്യം തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിലെ ഒന്നായ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. അപ്പം ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ്, സിമിലർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് എനി ഫോർ റെസ്പിറേറ്ററി പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഡിവൈസസ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്ലാസിഫൈ RP, എക്സ്പ്ലെയിൻ ദ സേഫ്റ്റി ഫംഗ്ഷൻസ് ഓഫ് എനി 2 6 മാർക്കിന്, വീണ്ടും ഫംഗ്ഷൻസ് ഓഫ് എനി 3 ടൈപ്സ് 6 മാർക്കിന് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്താണ്? അതിന് തന്നെ നമുക്ക് തുടങ്ങാം. റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ലങ്സ് ഫ്രം കണ്ടാമിനേറ്റഡ് എയർ, അല്ലേ? അപ്പോൾ കണ്ടാമിനേറ്റഡ് എയർ നമ്മളെ ലങ്സിൽ വരുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. എന്താ ലങ്സിലോട്ട് കണ്ടാമിനേറ്റഡ് എയർ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഡിസീസസ് വരും, അല്ലേ? ഇറ്റ് ക്യാൻ ഈവൻ ലീഡ്സ് ടു ഡെത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അപ്പം ഇതെല്ലാം കൂടി, ഈ എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടി ഒറ്റൊരു ആൻസർ, റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ലങ്സ് ഫ്രം കണ്ടാമിനേറ്റഡ് എയർ. ഇനി ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റേഴ്സും എയർ സപ്ലൈഡ് റെസ്പിറേറ്റേഴ്സും. അപ്പം നമുക്ക് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റേഴ്സും എയർ സപ്ലൈയിങ് റെസ്പിറേറ്റേഴ്സും, അല്ലേ? ഇവിടെ പ്യൂരിഫൈ ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ എയറിനെ സപ്ലൈ ചെയ്യണം. എയറിനെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇത് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ്. ഉള്ള സറൗണ്ടിങ് എയറിനെ പ്യൂരിഫൈ ചെയ്ത എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റേഴ്സ്, പുതിയൊരു എയർ സപ്ലൈ ചെയ്ത നല്ല ക്ലീൻ എയർ സപ്ലൈ ചെയ്ത എയർ സപ്ലൈയിങ് റെസ്പിറേറ്റേഴ്സ്. എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റേഴ്സ്, ഇറ്റ് ഫിൽറ്റേഴ്സ് ദ കണ്ടാമിനൻസ് ഫ്രം എയർ ബിഫോർ ബ്രീത്തിങ്. ഓക്കെ, എക്സാമ്പിൾ ഡസ്റ്റ് മാസ്ക്, നമ്മൾ വെക്കുന്ന മാസ്ക് എല്ലാം. കാട്രിഡ്ജ് റെസ്പിറേറ്റർ, ഇതിനകത്തൊരു കാട്രിഡ്ജ് ഉണ്ട്. ആ കാട്രിഡ്ജ് എന്താണ് ഹാംഫുൾ ഗ്യാസസിനെ, ഏതാ കാട്രിഡ്ജ് അനുസരിച്ചിരിക്കും, സ്പെസിഫിക് കാട്രിഡ്ജ് ആണ് ഓരോ ഗ്യാസസിനും. ഓക്കെ, ആ കാട്രിഡ്ജ് ഉള്ള മാസ്ക് ആണെങ്കിൽ എന്ത് ചെയ്യും? ഹാംഫുൾ ഗ്യാസസിനെ, ഏതാണോ ഗ്യാസ് കളയേണ്ടത് ആ ഗ്യാസസിനെ ഫിൽട്ടർ ചെയ്ത് കളയും. പിന്നെ പവേർഡ് എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റർ. പവേർഡ് എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിവിടെ എയർ ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? ഒരു ബ്ലോവർ ഉണ്ടാവും, അല്ലേ? ആ പവർ എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റർ എന്ന് പറയുന്നത് ബാറ്ററി പവേർഡാണ്. ആ റെസ്പിറേറ്ററിൽ ഒരു ബ്ലോവർ ഉണ്ടാവും. ആ ബ്ലോവർ എന്താ ചെയ്യുന്നത്? നമ്മുടെ പുറത്തുള്ള എയർ ബ്ലോ ഇൻ ഒരു ഫിൽറ്ററും വെച്ചിട്ടുണ്ടാകും. അപ്പം ഫോഴ്സ്ഡായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള എയർ കൊണ്ട് തരുകയും ചെയ്യും. നമുക്ക് എളുപ്പം ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾസോ ഫിൽറ്ററിങ്ങും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ബ്ലോയിങ് ഇൻ ആൻഡ് ഫിൽറ്ററിങ്ങും ഉണ്ടാവും. പവേർഡ് എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റർ ഇത് എയർ സപ്ലൈ ചെയ്യില്ല, വേറൊരു ക്ലീൻ എയർ വേറെ സപ്ലൈ ചെയ്യില്ല, ഉള്ള ആംബിയൻ്റ് എയറിനെ തന്നെ പ്യൂരിഫൈ ചെയ്ത് തരികയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാറ്ററി പവർ. എയർ സപ്ലൈഡ് റെസ്പിറേറ്റർ ആണെങ്കിൽ ഇതാണ് നമ്മളെ എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റർ. എയർ സപ്ലൈഡ് റെസ്പിറേറ്റേഴ്സ് ആണെങ്കിൽ പ്രൊവൈഡ് ക്ലീൻ എയർ ഫ്രം എൻ എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ ഒരു ടാങ്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ടാവും, അതിനകത്ത് ക്ലീൻ എയർ ആയിരിക്കും, അതായിരിക്കും സപ്ലൈ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എയർ നമുക്ക് സ്വന്തമായിട്ട് ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് ടോക്സിക് കെമിക്കൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ എയർ, നമുക്കത് വലിക്കാൻ പറ്റത്തില്ല. അതൊക്കെ എത്ര ഫിൽട്രേഷൻ നടന്നാലും എയർ വിൽ ബി കണ്ടാമിനേറ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണലായിട്ട് ഒരു എയർ ടാങ്ക് കൊണ്ടുപോകും, അല്ലേ? നമുക്ക് ക്ലീൻ എയർ ശ്വസിക്കാൻ വേണ്ടി, ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ എയർലൈൻ റെസ്പിറേറ്റേഴ്സ്. അങ്ങനെ ഈ എയറോസ്പേസിലെല്ലാം അവിടെ മേളിൽ ചിലപ്പോൾ ഓക്സിജൻ കണ്ടൻറ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ എത്ര നല്ല എയർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടാങ്ക് പ്രൊവൈഡ് ചെയ്യും. ആ ടാങ്കിൻ്റെ അടുത്ത് നിന്നിട്ടായിരിക്കും ആ ടാങ്ക് ക്ലീൻ എയർ സപ്ലൈ ചെയ്യും. സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് സെയിം അതിനെ നമ്മൾ ബാക്കിലെ ടാങ്ക് തൂക്കിയിട്ടിട്ട് ആ ടാങ്കിൽ എന്തായിരിക്കും? ക്ലീൻ എയർ ആയിരിക്കും. ആ ക്ലീൻ എയർ ഒരു ഹോസിൽ കൂടെ നമ്മൾ വലിച്ച് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ബ്രീത്തിങ് നടക്കും. അപ്പോൾ ഇതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതെന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ സെൽഫ് കണ്ടെയ്ൻ ബ്രീത്തിങ് അപ്പാരറ്റസ് നമുക്ക് എടുത്തുകൊണ്ടെല്ലാം നടക്കാം. ഈ ഡൈവേഴ്സെല്ലാം ഉപയോഗിക്കുന്ന SCB ആണ്. ഡിസ്ക്രൈബ് എനി 4 RP. വീണ്ടും റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഇതിനെ ക്ലാസിഫൈ ചെയ്യാം 2 ആയിട്ട്. അതിൻ്റെ അകത്ത് തന്നെ കുറേ എണ്ണം വരുന്നുണ്ട്, അല്ലേ? ഓരോ ക്ലാസിഫിക്കേഷനിലും. അപ്പോൾ ആദ്യം ഡസ്റ്റ് മാസ്ക്, സാധാ നമ്മൾ ഉപയോഗിക്കുന്ന കൊറോണ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച മാസ്ക് എല്ലാം ഉണ്ടല്ലോ, ഫിൽറ്ററിങ് ഫേസ് പീസ് എന്ന് പറയും. ഇറ്റ് പ്രൊട്ടക്ട്സ് അഗെയിൻ ഡസ്റ്റ്, പോളൻ അല്ലെങ്കിൽ നോൺ ടോക്സിക് പാർട്ടിക്കിൾസ് യൂസ്ഡ് ഇൻ ഗ്രൈൻഡിങ്, കട്ടിങ്, ഹൗസ് കീപ്പിംഗ്. ഈ പൊടി തട്ടാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കാണ് ഡസ്റ്റ് മാസ്ക്. കാട്രിഡ്ജ് റെസ്പിറേറ്റർ യൂസസ് കെമിക്കൽ കാട്രിഡ്ജസ് ടു ഫിൽറ്റർ ഗ്യാസസ്, വേപ്പേഴ്സ് ആൻഡ് ഫ്യൂംസ്, അല്ലേ? അപ്പം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് നമ്മളെ കാട്രിഡ്ജ് റെസ്പിറേറ്റേഴ്സ്. ഓക്കെ, അപ്പം സ്പെസിഫൈഡ് ഗ്യാസസും വേപ്പേഴ്സും ഫ്യൂംസിനെല്ലാം എടുത്ത് കളയണമെങ്കിൽ നമ്മൾ കെമിക്കൽ കാട്രിഡ്ജസ്, അതിനായിട്ടുള്ള കെമിക്കൽ കാട്രിഡ്ജസ് ഉപയോഗിക്കും. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ പെയിൻറ്റിങ്, കെമിക്കൽ ഹാൻഡ്ലിംഗ് എക്സെട്ര. പവേർഡ് എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റർ
PAPR നമ്മൾ പറഞ്ഞ ബാറ്ററി പവേർഡ് ബ്ലോവർ ഒരു ബ്ലോവർ ഉണ്ടാവും ബാറ്ററി പവേർഡ് ബ്ലോവർ വിച്ച് പുഷസ് ദ പ്യൂരിഫൈഡ് എയർ ഇൻ ടു ദ മാസ്ക്. ഓക്കെ, പ്യൂരിഫൈഡ് എയർ പുഷ് ചെയ്യും, അല്ലാതെ വേറെ എയർ സപ്ലൈ ചെയ്യുന്നില്ല, അത് ഓർക്കണം. ഇറ്റ് കംസ് അണ്ടർ എയർ പ്യൂരിഫൈയിങ് റെസ്പിറേറ്റേഴ്സ് യൂസ് ഇൻ ഹെവി ഡസ്റ്റ് ഏരിയാസ്. ഇറ്റ് റെഡ്യൂസസ് ദ ബ്രീത്തിങ് എഫക്ട്. ഇനി ഈ ഒരു ബ്ലോവർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് അറ്റ്മോസ്ഫിയറിക് എയർ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അത്രയും കഷ്ടപ്പാടായിരിക്കും നമുക്ക് ബ്രീത്ത് ചെയ്യാനും വലിക്കാനും എല്ലാം. ഇറ്റ് റെഡ്യൂസസ് ദ ബ്രീത്തിങ് എഫക്ട്. സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് SCBA ഇൻഡിപെൻഡൻറ്റ് എയർ സിലിണ്ടർ ആയിരിക്കും. അപ്പോൾ ഈ SCBA നമ്മൾ മൊബിലിറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ എയർ സപ്ലൈ റെസ്പിറേറ്ററിന് അകത്ത് വരുന്നതാണ് SCBAയും പിന്നെ എയർലൈൻ റെസ്പിറേറ്ററും. അപ്പം SCBA എന്താ? ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എയർ സിലിണ്ടർ പ്രൊവൈഡിങ് ഫ്രഷ് ബ്രീത്തബിൾ എയർ. ഓക്കെ, വേറെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊരു ക്ലീൻ ബ്രീത്തബിൾ എയർ പ്രൊവൈഡ് ചെയ്യാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺഫൈൻഡ് സ്പേസസ്, ടോക്സിക് ഗ്യാസ് ലീക്കുള്ള സ്ഥലത്തുകൾ, ഫയർ ഫൈറ്റിങ്, അവിടെയൊക്കെയാണ് നമ്മൾ ഈ SCBA ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ വേരിയസ് റെസ്പിറേറ്റേഴ്സ് അല്ലേ. വേരിയസ് റെസ്പിറേറ്റേഴ്സ് ഇതിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹാഫ് മാസ്ക് ഉണ്ട്, പിന്നെ വീണ്ടും ഹാഫ് മാസ്ക് ഉണ്ട്, പക്ഷേ ഇത് റീയൂസബിൾ ആണ്. പിന്നെ ഫുൾ ഫേസ് പാർട്ടിക്കിൾ ഫിൽറ്റർ ഉണ്ട്, ഫുൾ ഫേസ് മാസ്ക്, ഗ്യാസും വേപ്പർ ഫിൽറ്റർ അതിന് വേറെ മാസ്കാണ്. പവേർഡ് മാസ്ക് ഉണ്ട്, നമ്മൾ പറഞ്ഞ PAPR, പിന്നെ പവേർഡ് ഹുഡ്സ്, ഹെൽമെറ്റ്സ് എക്സെട്ര. കീ ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അതിൻ്റെ കീ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഫിൽറ്റേഴ്സ് ദ ഹാംഫുൾ ഡസ്റ്റ് ഫ്യൂംസ് ആൻഡ് മിസ്റ്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ സപ്ലൈ ചെയ്യും. അപ്പം APRും ASRും ഓർത്ത് വെച്ചാൽ തന്നെ നമുക്കറിയാം രണ്ട് ഫങ്ഷൻസ് കിട്ടി. ഒന്ന് പ്യൂരിഫൈ ചെയ്യുന്നു, ഒരെണ്ണം ക്ലീൻ എയർ സപ്ലൈ ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ റിച്ച് എയർ ഇൻ ഓക്സിജൻ ഡെഫിഷ്യൻറ്റ് ഏരിയാസ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഇൻഹലേഷൻ ഓഫ് ടോക്സിക് ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം റെസ്പിറേറ്ററി ഡിസീസ്. റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്? റെസ്പിറേറ്ററി ഡിസീസസ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. ലൈക്ക് സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്. സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? സിലിക്ക പാർട്ടിക്കൽസ് നമ്മളെ ലങ്സിലോട്ട് കയറിയാൽ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ആസ്ബസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ലങ് ഡിസീസ് തന്നെ ഉണ്ടാക്കുന്നത്. കാരണം ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് നമ്മളെ ലങ്സിലോട്ട് കയറിയതിന് ശേഷം എന്ത് ചെയ്യും? ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇറ്റ് കോസസ് ക്രോണിക് കഫ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തന്നെ ഉണ്ട്. എന്താ നമ്മളെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പഠിച്ചവർക്ക് അറിയാമായിരിക്കും. എൻഷുവേഴ്സ് സേഫ് വർക്ക് ഇൻ കൺഫൈൻഡ് ഓർ കണ്ടാമിനേറ്റഡ് അറ്റ്മോസ്ഫിയേഴ്സ്. ഇനി ഇതിൻ്റെ തന്നെ 3 മാർക്ക് ചോദിച്ചെന്താണ്? വാട്ട് ഈസ് RPE? നമുക്കറിയാം. റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇസ് എ ഡിവൈസ് യു ഷുഡ് പ്രൊട്ടക്ട് ലങ്സ് ഫ്രം കണ്ടാമിനേറ്റഡ് എയർ. റെസ്പിറേറ്ററി സിസ്റ്റമിലെ മെയിൻ കമ്പോണൻ്റ് മെയിൻ പാർട്ട് ആരാ? ലങ്സ് ആണ്. അപ്പോൾ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് മൊത്തം. ഫ്രം കണ്ടാമിനേറ്റഡ് എയർ. ഇറ്റ് പ്രിവെൻറ്റ്സ് ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് ഫ്യൂംസ് ഗ്യാസസ്. ഡസ്റ്റ് മാസ്ക് ഇസ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു വെയർ. ഫിൽറ്റേഴ്സ് പാർട്ടിക്കിൾസ് എഫിഷ്യൻ്റ്ലി. അതന്നെ ഫീച്ചർ ഓഫ് എനി വൺ ടൈപ്പ്. അതിൽ നമ്മൾ ഡസ്റ്റ് മാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇറ്റ് ഫിൽറ്റേഴ്സ് പാർട്ടിക്കൽ എഫിഷ്യൻ്റ്ലി. നമ്മൾ ഈ സ്വീപ്പിംഗ് ആ ഒരു ഭാഗത്തൊക്കെയാണ് കട്ടിങ് ഗ്രൈൻഡിങ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഡസ്റ്റ് മാസ്ക് മാത്രം മതി, അല്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റേ PAPRലും അപ്പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പ് 2 കൺഫൈൻഡ് സ്പേസ് സേഫ്റ്റി. കൺഫൈൻഡ് സ്പേസിലുള്ള സേഫ്റ്റിയും വർക്ക് പെർമിറ്റിനെ കുറിച്ചൊക്കെയാണ് അടുത്ത ഈ മൊഡ്യൂൾ 2 പറയുന്നത്. സേഫ്റ്റി പ്രിക്കോഷൻസ് ബിഫോർ എൻറ്ററിംഗ് ദ കൺഫൈൻഡ് സ്പേസ് 5 മാർക്കിന് വെച്ചിട്ടുണ്ട്. ഫോർ ക്രിട്ടിക്കൽ ഹസാർഡ്സ് ആൻഡ് കീ എലമെൻറ്റ്സ് ഓഫ് കൺഫൈൻഡ് സ്പേസ് പെർമിറ്റ് 9 മാർക്കിന് വെച്ചിട്ടുണ്ട്. പ്രൊസീജിയേഴ്സ് ഡ്യൂറിംഗ് കൺഫൈൻഡ് സ്പേസ് ആക്സസ് 7 മാർക്കിന് വെച്ചിട്ടുണ്ട്. പിന്നെ കൺഫൈൻഡ് സ്പേസ് ആക്സസിൻ്റെ പ്രൊട്ടക്ഷൻ, അതാണ് വർക്ക് പെർമിറ്റ് എല്ലാം വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് 4 ക്രിട്ടിക്കൽ ഹസാർഡ്സ് ഇൻ കൺഫൈൻഡ് വർക്ക് സൈറ്റ്സ്. ഒരു കൺഫൈൻഡ് ഏരിയയിൽ കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹസാർഡ്സ് എന്താ? ഹസാർഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഹസാർഡ്സ് ഈസ് സംതിങ് വിച്ച് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം അല്ലേ. അപ്പം ഇവിടെ നോക്കി നോക്ക്, കൺഫൈൻഡ് ഏരിയയിൽ കയറുമ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആവാനുള്ള ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്ന ഡെഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ലെസ് ദാൻ 19.5% O2, ഇത് O2 എന്നാണ് ഉള്ളത്. ലെസ് ദാൻ 19.5% O2 ലീഡ്സ് ടു അൺകോൺഷ്യസ്നെസ്. ഓക്കെ, പിന്നെ ടോക്സിക് ഗ്യാസ് എക്സ്പോഷർ ലൈക്ക് ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ മോണോക്സൈഡ്, അമോണിയ മേ അക്യുമുലേറ്റ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷനും പിന്നെ ഇതുപോലെ തന്നെ അൺകോൺഷ്യസ്നെസ് തന്നെ വീണ്ടും സംഭവിക്കാനും വഴിയുണ്ട്. എൻഗൾഫ്മെൻറ്റ്, നമ്മൾ അറിയാതെ എൻഗൾഫോ ഇൻജസ്റ്റോ ചെയ്യും. ഈ സ്ലഡ്ജ് ലിക്വിഡ്സ് ലൂസ് മെറ്റീരിയൽസ് മേ ട്രാപ്പ് ദ വർക്കേഴ്സ്. ഈ ടോക്സിക് ഗ്യാസസ് എല്ലാം നമ്മൾ ഇൻഹേൽ ചെയ്താലും ഇറ്റ് ട്രാപ്സ് അല്ലേ, അതായത് ടോക്സിക് ഗ്യാസ് എക്സ്പോഷർ നമ്മൾ പറഞ്ഞു. പിന്നെ റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ്. കൺഫൈൻഡ് സ്പേസിൽ നമുക്ക് ഇതാക്കല്ല, ക്ലോസ്ട്രോഫോബിയ എന്നെല്ലാം പറയില്ല, അങ്ങനെ റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ്, ഡിഫിക്കൽട്ട് റെസ്ക്യൂ ഓർ പുവർ വെൻറ്റിലേഷൻ. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ കീ എലമെൻറ്റ്സ് ഓഫ് കൺഫൈൻഡ് വർക്ക് പെർമിറ്റ്. ഓക്കെ, ഒരു കൺഫൈൻഡ് സ്പേസിൽ കയറാൻ വേണ്ടിയിട്ട് വർക്ക് പെർമിറ്റ് എന്തായാലും വേണം. ഓക്കെ, അല്ലാതെ ഒറ്റയ്ക്കൊന്നും പോയി ആരും അറിയാതെ ഒന്നും കയറാനൊന്നും പറ്റത്തില്ല. അതിന് വർക്ക് പെർമിറ്റ് വേണം. ആ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ അതിന് എന്തൊക്കെ എലമെൻറ്റ്സ് വേണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഗ്യാസ് ടെസ്റ്റിംഗ് റിസൾട്ട് അല്ലേ. ആ കൺഫൈൻഡ് സ്പേസിൽ കയറുമ്പോൾ ആ കൺഫൈൻഡ് സ്പേസിലുള്ള ഗ്യാസിൻ്റെ റിസൾട്ട്, ഏതൊക്കെ ഗ്യാസാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഗ്യാസിൻ്റെ ടോക്സിസിറ്റി ലെവൽസ് എത്രയാണ്, അത് ടോക്സിക് ആണോ ഗ്യാസ്, അത് നമുക്ക് ഹസാർഡ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ, അതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഓക്സിജൻ
പെർസെൻറ്റേജ് നോക്കും. കാരണം ഓക്സിജനിൽ കുറവാണെങ്കിൽ നമുക്ക് ബ്രീത്തബിൾ എയർ ഇല്ല, നമ്മൾ പറഞ്ഞല്ലോ. ലെസ് ദാൻ 19.5% ഓക്സിജൻ ആണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു അൺകോൺഷ്യസ്നെസ്. ടോക്സിക് ഗ്യാസിൻ്റെ പ്രസൻസ് ഉണ്ടോയെന്ന്, ഫ്ലെയിമബിൾ ഗ്യാസസിൻ്റെ പ്രസൻസ് ഉണ്ടോയെന്ന്. കാരണം നമ്മളിപ്പോൾ കൺഫൈൻഡ് സ്പേസിൽ പോയിട്ട് വെൽഡിംഗ് ഓപ്പറേഷൻ വല്ല ചെയ്യുകയാണെങ്കിൽ ഫ്ലെയിമബിൾ ഗ്യാസ് വല്ല ഉണ്ടെങ്കിൽ എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ ഐസൊലേഷൻ, ലോക്ക് ഔട്ട്, ടാഗ് ഔട്ട്, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എനർജി ലോക്ക്ഡ് ബിഫോർ എൻട്രിങ് ദ കൺഫൈൻഡ് സ്പേസ്. അത് അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്, എന്നാലേ വർക്ക് പെർമിറ്റ് കൊടുക്കുകയുള്ളൂ. ഇതെല്ലാം സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ വർക്ക് പെർമിറ്റ് കൊടുക്കത്തുള്ളൂ. ഓതറൈസ്ഡ് പേഴ്സൺസ് വേണം വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി. നെയിം ഓഫ് ദ എൻട്രൻസ്, അറ്റൻഡൻസ്, സൂപ്പർവൈസർ. ഓക്കെ, നമുക്ക് വെറുതെ കൺഫൈൻഡ് സ്പേസിൽ കയറാൻ പറ്റില്ല. അതാ ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാം. ഓക്കെ, ഒരാൾ കൺഫൈൻഡ് സ്പേസിലോട്ട് കയറാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ആരൊക്കെ വേണം? ഒരു എൻട്രൻറ്റ്, എൻട്രൻറ്റ് എന്ന് പറഞ്ഞാൽ കയറുന്ന ആൾ, പിന്നെ അറ്റൻഡൻറ്റ് ഒരാൾ നോക്കാൻ വേണ്ടിയിട്ട്, എൻട്രി സൂപ്പർവൈസർ ചെയ്യുന്ന എങ്ങനെ ഉണ്ടെന്ന് കൊടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റെസ്ക്യൂ ടീം, ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരു റെസ്ക്യൂ ടീം വേണം. പിന്നെ നോക്കി നോക്ക് എന്താണ് സേഫ്റ്റി മെഷേഴ്സ് വെൻ എൻട്രിങ് ദ കൺഫൈൻഡ് സ്പേസ്. പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് വേണം. പെർമിറ്റ് വർക്ക് എന്ന് PTW, വർക്ക് പെർമിറ്റ്, രണ്ടും ഒന്ന് തന്നെ. പിന്നെ കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. ആൾ അവിടെ വർക്ക് ചെയ്ത് തീരുന്നവരെ കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, അകത്തോട്ട് കയറിയാൽ പിന്നെ നമുക്ക് ചിലപ്പം സംസാരിച്ചാൽ കേട്ടെന്ന് വരില്ല. അപ്പം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. ട്രെയിനിങ്സ് ആൻഡ് ഡ്രിൽസ് പ്രൊവൈഡ് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ മറ്റേ മഞ്ഞുമേൽ ബോയ്സിലെല്ലാം ഭയങ്കര ആഴത്തിലൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് പേടിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ, ട്രെയിൻഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിൽ അവരിത് കയറി ശീലം ഉണ്ടാവും. സൈനേജ് ആൻഡ് ബാരിക്കേഡിങ്, ഇവിടെ കണ്ട സൈനേജ് ആൻഡ് ബാരിക്കേഡിങ് കൺഫൈൻഡ് സ്പേസിൻ്റെ ഇടയിൽ. ഓതറൈസ്ഡ് പേഴ്സൺ, നമ്മൾ PPE റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയുണ്ട്? റെസ്പിറേറ്റർ, ഹാർനസ്, ഗ്ലൗസ്, ലൈറ്റിംഗ്. ഇത് നമ്മൾ വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കൺഫൈൻഡ് സ്പേസിൽ ആവശ്യമുള്ളതെന്നാണ്. പിന്നെ റെസ്ക്യൂ പ്ലാൻ, ലൈഫ് ലൈൻസ്, ട്രൈപോഡ്, SCBA, എമർജൻസി കോൺടാക്ട്, ഇതൊക്കെ ഓൺ സ്റ്റാൻഡ് ബൈ ഉണ്ടോ? ലൈഫ് ലൈൻസ് ഓൺ സ്റ്റാൻഡ് ബൈ ഉണ്ടോ? SCBA ഈ കൺഫൈൻഡ് സ്പേസിൽ പോകുന്ന ആൾ ധരിക്കാനുള്ള SCBA ഉണ്ടോ കയ്യിൽ? അതൊക്കെ. ഇനി വെന്റിലേഷൻ, ഫോഴ്സ്, അവിടെ എന്ന് പറയുമ്പോൾ വെന്റിലേഷൻ ഭയങ്കര കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഫോഴ്സ് എയർ വെന്റിലേഷൻ ഈസ് റിക്വയർഡ്. ഓക്കെ, യൂസിങ് എക്സ്റ്റേണൽ മീൻസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്, റേഡിയോ, ഇൻ്റർകോം അവൈലബിലിറ്റി. അപ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ബിഫോർ ദ എൻട്രി. വാട്ട് ആർ ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബിഫോർ എൻട്രിങ് ദ കൺഫൈൻഡ് സ്പേസ്? ആദ്യം അറ്റ്മോസ്ഫിയറിക് ടെസ്റ്റിംഗ് അല്ലേ, നമ്മൾ ഓക്സിജൻ ഉണ്ടോ, കാർബൺ മോണോക്സൈഡ് ഉണ്ടോ, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. പിന്നെ വെന്റിലേഷൻ ത്രൂ ബ്ലോവേഴ്സ്. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് വെന്റിലേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ ബ്ലോവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഫോഴ്സ്ഡ് വെന്റിലേഷൻ കൊടുക്കുന്നത്. പിന്നെ പെർമിറ്റ് ഓതറൈസേഷൻ, വർക്ക് പെർമിറ്റ് ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ പെർമിറ്റ് ഓതറൈസ്ഡ് ആണോ എന്ന്. PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ കയ്യിൽ, ഹാർനസ് എല്ലാം സേഫ് ആണോ, ഹാർനസ് എല്ലാം സെക്യൂർഡ് ആണോ എന്നുള്ളത്. പിന്നെ സ്റ്റാൻഡ് ബൈ അറ്റൻഡൻറ്റ് ഔട്ട്സൈഡ്, പുറത്തൊരു അറ്റൻഡൻറ്റ് നോക്കി നിൽക്കണം. കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇനി അതിൻ്റെ 3 മാർക്ക് എന്താണ് പറഞ്ഞത്? പ്രൊസീജിയേഴ്സ് ടു പ്രൊട്ടക്ട് വർക്കർ ഇൻ കൺഫൈൻഡ് സ്പേസ്. ആദ്യം വർക്കറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കൺഫൈൻഡ് സ്പേസിൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ? ടെസ്റ്റ് ഓക്സിജൻ ആൻഡ് ടോക്സിക് ഗ്യാസസ് പ്രസൻസ് ഉണ്ടോ നോക്കണം. വർക്ക് പെർമിറ്റ് സിസ്റ്റം, വർക്ക് പെർമിറ്റ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ പ്രൊവൈഡ് വെന്റിലേഷൻ, ഫോഴ്സ്ഡ് വെന്റിലേഷൻ യൂസിങ് ബ്ലോവേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. യൂസ് SCBA അല്ലെങ്കിൽ ഹാർനസ്. പ്രൊവൈഡ് സ്റ്റാൻഡ് ബൈ റെസ്ക്യൂവർ ഇൻ കേസ് എനിത്തിങ് ഹാപ്പൻസ് ടു ദ എൻട്രൻറ്റ്. ഓക്കെ, പിന്നെ വർക്ക് പെർമിറ്റ് സിസ്റ്റം തന്നെ നമുക്ക് വീണ്ടും 2 രീതിയിൽ പറയാൻ പറ്റും. ഹോട്ട് വർക്ക് പെർമിറ്റും ഉണ്ട്, കോൾഡ് വർക്ക് പെർമിറ്റും ഉണ്ട്. ഇവിടെ ഒരു കാര്യം ഓർത്ത് വെക്കണമെന്ന് വെച്ചാൽ, ഹോട്ട് വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ചൂടത്ത് പോയി ചെയ്യുന്ന വർക്കല്ല ഹോട്ട് വർക്ക് പെർമിറ്റ്. അത് ഭയങ്കര കോമൺ മിസ്കൺസെപ്ഷനാണ്. ഹോട്ട് വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ട് വർക്ക് പെർമിറ്റിൽ നോക്കണമെങ്കിൽ ഹോട്ട് വർക്ക് പെർമിറ്റും കോൾഡ് വർക്ക് പെർമിറ്റിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. 5 ഹസാർഡ്സ് ആൻഡ് 8 സേഫ്റ്റി മെഷേഴ്സ് ഫോർ ഹോട്ട് വർക്ക് പെർമിറ്റ് 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്ക് പെർമിറ്റ് സിസ്റ്റം 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് ഒബ്ജക്റ്റീവ്സ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് കോൾഡ് വർക്ക് പെർമിറ്റ് 3 മാർക്കിന്. പെർമിറ്റ് ടു വർക്ക് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹോട്ട് വർക്ക് പെർമിറ്റ് എന്ന് വെച്ചാൽ പെർമിറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദാറ്റ് വർക്ക്സ് വിച്ച് കോസസ് ഫ്ലെയിംസ് അല്ലെങ്കിൽ സ്പാർക്സ്, ഓക്കെ, അല്ലെങ്കിൽ ഫ്ലെയിമബിൾ. അപ്പം നമ്മളിവിടെ നോക്കാം. ആദ്യം എന്താണ് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പെർമിറ്റ് ടു വർക്ക് എന്താണെന്ന് നോക്കാം. എ പെർമിറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ ഇസ് എ ഫോർമൽ റിട്ടൺ ഓതറൈസേഷൻ ദാറ്റ് അലൗസ് വർക്കേഴ്സ് ടു പെർഫോം ഹൈ റിസ്ക് അല്ലെങ്കിൽ ഹൈ ഹസാർഡസ് ജോബ് only after all safety checks and precautions are completed. അപ്പോൾ പെർമിറ്റ് വർക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ ഫോർമൽ റിട്ടൺ ഓതറൈസേഷൻ അല്ലേ, ദാറ്റ് അലൗസ് വർക്കർ ടു പെർഫോം ഹൈ റിസ്ക് ജോബ്സ് only after all the safety checks and precautions are completed.
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് സേഫ്റ്റി ചെക്സ്, കീ എലമെൻറ്റ്സ് ഓഫ് പെർമിറ്റ് വർക്ക് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഇതിൻ്റെ പർപ്പസ് എന്തിനാണ് ഒരു വർക്ക് പെർമിറ്റ്? വെറുതെ ആൾക്കങ്ങ് ചെയ്താൽ പോരെ ഹൈ ഡേഞ്ചർ ഏരിയയിൽ? ഇല്ല. ഇറ്റ് എൻഷ്യൂർസ് ദ ജോബ് ഇസ് ഡൺ സേഫ്ലി. ഇറ്റ് കൺഫേംസ് ദ ഹസാർഡ്സ് ആർ ഐഡൻറ്റിഫൈ. അവിടെ ഉള്ള ഹസാർഡ്സ് എന്തൊക്കെയാണ്? ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ അൺകോൺഷ്യസ് ആവും. ഓക്കെ. പിന്നെ ടോക്സിക് ഗ്യാസിൻ്റെ പ്രസൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസീസസും ക്രോണിക് അക്യൂട്ടും ക്രോണിക് ഡിസീസും ക്യാൻസറും എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഗ്യാസ് എൻഗൾഫ് ചെയ്യുന്നുണ്ടോ, ടോക്സിക് ഗ്യാസ്, അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. എൻഷ്യൂർസ് പ്രോപ്പർ സൂപ്പർവിഷൻ. ഓക്കെ. വർക്ക് പെർമിറ്റ് എൻഷ്യൂർസ് പ്രോപ്പർ സൂപ്പർവിഷൻ. നമ്മൾ നേരത്തെ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിക്കും അവർ. എന്നിട്ട് അയാളെ സൈനും ഒപ്പും വിടും. കാരണം അയാൾ സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിൽ അയാൾ ചെയ്യില്ല. പിന്നെ മേക്ക് ഷുവർ ദ വർക്ക് ഇസ് ഡൺ ബൈ എ ട്രെയിൻഡ് ആൻഡ് ഓതറൈസ്ഡ് വർക്കേഴ്സ് ഓൺലി. Okay, prevents accidental startup of equipments or dangerous conditions. Why permit to work? Work permit is used. Work permit is used for hot works, confined space entry, cold work, electrical work, working at heights, scaffolding എല്ലാം അവിടെയും വർക്കിംഗ് അറ്റ് ഹൈറ്റ്. ഭയങ്കര ഹൈറ്റ് ആണെങ്കിലും നമ്മൾ ഈ ബിൽഡിംഗ്, ഹൈ റൈസ് ബിൽഡിങ്ങിലെല്ലാം തുടയ്ക്കാൻ വേണ്ടി പോലും ഇറ്റ് ഈസ് വർക്കിംഗ് അറ്റ് ഹൈറ്റ് അല്ലേ. അപ്പോൾ അതിന് വർക്ക് പെർമിറ്റ് വേണം. പിന്നെ മെയിൻ്റനൻസ് ഓൺ എനർജൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനെല്ലാം മെയിൻ്റനൻസിനെല്ലാം വർക്ക് പെർമിറ്റ് വേണം. പിന്നെ കെമിക്കൽ ഹാൻഡ്ലിംഗ്. അപ്പോൾ ഹോട്ട് വർക്ക് പെർമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കണ്ടിന്യൂ ചെയ്യാം. ഹോട്ട് വർക്ക് പെർമിറ്റ് എന്തിനാ? ഇറ്റ് ഈസ് യൂസ് ഫോർ ഹോട്ട് വർക്ക്. ഹോട്ട് വർക്ക് എന്താ? ഹോട്ട് വർക്ക് ഈസ് വർക്ക്സ് ഇൻവോൾവിങ് ഫ്ലെയിംസ്, സ്പാർക്ക്, ഹീറ്റ്, വെൽഡിങ്, കട്ടിങ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ കോമൺ മിസ്കൺസെപ്ഷൻ എന്താ അറിയോ? ഹോട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ചൂടത്ത് പോയി ചെയ്യുന്ന വർക്കല്ല. ഇപ്പോൾ വെളിയിൽ ഭയങ്കര ചൂടാണ്, നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഓപ്പറേഷൻ ചെയ്തെന്ന് വിചാരിച്ചോ, അത് ഹോട്ട് വർക്ക് അല്ല, അത് കോൾഡ് വർക്കിൻ്റെ ഇതേ വരുള്ളൂ. കാരണം കോൾഡ് വർക്ക് ഈസ് എനിത്തിങ് അല്ലെങ്കിൽ എനി വർക്ക് വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ്സ് ഫ്ലെയിംസ്, സ്പാർക്ക്, ഹീറ്റ്, വെൽഡിങ് അല്ലെങ്കിൽ കട്ടിങ്. മനസ്സിലായോ? കീ ഫീച്ചേഴ്സ് ഓഫ് ഹോട്ട് വർക്ക് പെർമിറ്റ്. ഹോട്ട് വർക്ക് പെർമിറ്റിൻ്റെ കീ ഫീച്ചർ എന്താ? ഐഡൻറ്റിഫൈ ഹോട്ട് വർക്ക് ഏരിയ. ഹോട്ട് വർക്ക് ഏരിയ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻഡ് റിമൂവ് ദ കമ്പസ്റ്റബിൾസ്. അവിടെ അടുത്തുള്ള കമ്പസ്റ്റബിൾ എല്ലാം റിമൂവ് ചെയ്യുന്നു. നമ്മൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ്, ഫ്ലെയിമബിൾ ഗ്യാസസ് വല്ല പ്രസൻ്റ് ആണെങ്കിൽ, നിയർ ബൈ ഫ്ലെയിമബിൾ ഗ്യാസസ് വല്ല പ്രസൻ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു എക്സ്പ്ലോഷൻ അല്ലേ. അപ്പം ഐഡൻറ്റിഫൈ ദ ഹോട്ട് വർക്ക് ഏരിയ ആൻഡ് റിമൂവ് കമ്പസ്റ്റബിൾസ്. അസൈൻ എ ഫയർ വാച്ചർ. ഇവിടെയും സൂപ്പർവിഷൻ വേണം. ഒരു ഫയർ വാച്ചർ എന്നാണ് അയാൾക്ക് ഫാൻസി പേരൊക്കെ കൊടുത്ത് കൊള്ളാം. പിന്നെ പ്രൊവൈഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്. ഗ്യാസ് ടെസ്റ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഓക്സിജൻ, ഹൈഡ്രജൻ സൾഫൈഡ്, അതെല്ലാം, കാർബൺ മോണോക്സൈഡ് ഗ്യാസ് എല്ലാം. ഫോർ ഫ്ലെയിമബിൾസ് പോസ്റ്റ് പെർമിറ്റ് ഫയർ വാച്ച് ഫോർ 30 minutes. നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം കഴിഞ്ഞ് പോവല്ല, പറക്കി കെട്ടിപ്പോയാൽ അവിടെ എന്താണ് പിന്നീട് ഫയർ വരുമോ ഇല്ലെന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അരമണിക്കൂർ നമ്മൾ വർക്കിന് ശേഷം നോക്കണം, അയ്യോ എന്തെങ്കിലും ഫയർ വരുന്നുണ്ടോ ഇല്ലയെന്നല്ല. അതാണ് പോസ്റ്റ് പെർമിറ്റ് ഫയർ വാച്ച് ഫോർ 30 minutes. ഇനി കോൾഡ് വർക്ക് പെർമിറ്റ്. കോൾഡ് വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനി വർക്ക് ദാറ്റ് ഈസ് നോട്ട് ഹോട്ട് വർക്ക്. അപ്പം യൂസ്ഡ് ഫോർ നോൺ ഹോട്ട് ആക്ടിവിറ്റീസ് ലൈക്ക് മെയിൻ്റനൻസ്, ക്ലീനിങ്, ഇൻസ്പെക്ഷൻ. ഓക്കെ. ക്ലീനിങ് എന്താണ് അവിടെ വർക്ക് ഉണ്ടോ? അല്ല. അവിടെ ഫ്ലെയിമും സ്പാർക്കൊന്നും ഉണ്ടോ? ഇല്ല. മെയിൻ്റനൻസിൽ ഫ്ലെയിമും സ്പാർക്ക് ഉണ്ടോ? ഇല്ല. ഇൻസ്പെക്ഷനിൽ ഫ്ലെയിമും സ്പാർക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ഇല്ല. അതൊന്നും എമർജ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല അല്ലേ. അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താ? ആദ്യം ഹസാർഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെ ഐസൊലേഷൻ ഓഫ് എനർജി സോഴ്സസ്. ഇലക്ട്രിക്കൽ വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിൽ മെയിൻ്റനൻസ് പണി ചെയ്യുന്നതിന് മുന്നേ തന്നെ പവർ സപ്ലൈ കട്ട് ചെയ്യണം. PPE റിക്വയർമെൻറ്റ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഹോട്ട് വർക്കിലാണെങ്കിൽ കോൾഡ് വർക്കിലാണെങ്കിലും ശരി. ഏരിയ ബാരിക്കേഡിങ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏരിയ അതിന് സറൗണ്ടിങ് ആയിട്ട് ഒരു ബാരിക്കേഡ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സൂപ്പർവൈസർ ഓതറൈസേഷൻ. ഒരു സൂപ്പർവൈസർ എപ്പോഴും ഓതറൈസ് ചെയ്താൽ മാത്രമേ കോൾഡ് വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. ഇവിടെ ഇതാണ് ഹോട്ട് വർക്കും കോൾഡ് വർക്ക് പെർമിറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ. അതിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വർക്കിംഗ് അറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇസ് എ കോൾഡ് വർക്ക്. ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഇസ് എ കോൾഡ് വർക്ക്. ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്ന കോൾഡ് വർക്കാണ്. സ്കാഫോൾഡിങ് കോൾഡ് വർക്കാണ്. അല്ലെങ്കിൽ കോൾഡ് കട്ട് കോൾഡ് വർക്കാണ്. പിന്നെ പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നത് കോൾഡ് വർക്കാണ്. ഇത് കണ്ട, ഹോട്ട് സർഫസിൽ വർക്ക് ചെയ്യുന്നത് ഇസ് എ കോൾഡ് വർക്ക് പെർമിറ്റിൽ വരുന്നതാണ്. പിന്നെ കെമിക്കൽ ഹാൻഡ്ലിങ് അതൊക്കെ കോൾഡ് വർക്കിൽ വരുന്നതാണ്. ടൂൾസ്, എക്യുപ്മെൻറ്റ്സിന് അതിൻ്റെ മെയിൻ്റനൻസ് ഹാൻഡ്ലിങ് എല്ലാം കോൾഡ് വർക്കാണ്. 5 ഹസാർഡ്സ് ഓഫ് ഹോട്ട് വർക്ക്. വീണ്ടും ഹോട്ട് വർക്കിലോട്ട് വന്നു. ഹോട്ട് വർക്കിൻ്റെ 5 ഹസാർഡ്സ് എന്താ? എക്സ്പ്ലോഷൻ വരും അല്ലേ, ഫയർ ആൻഡ് എക്സ്പ്ലോഷൻ. യെസ്. പിന്നെ ബേൺസ് ഫ്രം സ്പാർക്കിൽ നിന്ന് എന്ത് കിട്ടും? ബേൺസ് കിട്ടും. പിന്നെ ഫ്ലെയിമബിൾസ്, ഫയർ ആൻഡ് എക്സ്പോഷർ കിട്ടും. ടോക്സിക് ഫ്യൂംസിന് ഇൻഹേൽ ചെയ്യും അല്ലേ. നമ്മൾ വെൽഡൊക്കെ ചെയ്യുമ്പോൾ ടോക്സിക് ഫ്യൂംസ് ജനറേറ്റ് ചെയ്യും. പിന്നെ സിലിണ്ടർ എക്സ്പ്ലോഷൻ. വെൽഡ് ചെയ്യുമ്പോൾ വെൽഡിങ് സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടേഴ്സ് എല്ലാം ഉണ്ടാവും. ഗ്യാസ് വെൽഡിംഗ് ആണെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ, അസറ്റിലീൻ സിലിണ്ടർ എല്ലാം ഉണ്ടാവും. ആ സിലിണ്ടറിൽ ചിലപ്പോൾ പ്രഷറെല്ലാം കയറിയിട്ട് നമ്മൾ ഈ സിലിണ്ടറിന് കൂടെ ഒരു പൈപ്പിൽ കൂടെയാണ് നമ്മൾ ആ വെൽഡിലോട്ട് വരുന്നത് അല്ലേ. ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പൈപ്പിൽ കൂടെയാണ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഗ്യാസിൽ
ഹീറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫ്ലെയിം ആണല്ലോ, ഫ്ലെയിം കൊണ്ടാണല്ലോ നമ്മൾ രണ്ട് മെറ്റൽ ജോയിൻ ചെയ്യുന്നത്. ആ ഫ്ലെയിം തിരിച്ച് നമ്മളെ ഗ്യാസ് ടാങ്കിലോട്ട് പോയാൽ ആ ഗ്യാസ് ടാങ്കിലുള്ള പ്രഷർ കൂടി ആ ടാങ്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സിലിണ്ടർ എക്സ്പ്ലോഷൻ, ഐ ഡാമേജ് ഫ്രം UV റേസ് അല്ലേ. നമുക്ക് വെൽഡിങ് ചെയ്യുമ്പോൾ എന്താണ് അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഗ്യാസ് പ്രോപ്പറായിട്ടുള്ള ഷീൽഡ് ഇല്ലാതെ, ഫേസ് ഷീൽഡ് ഇല്ലാതെ. അപ്പം പ്രോപ്പറായിട്ടുള്ള ഫേസ് ഷീൽഡ് ഇല്ലെങ്കിൽ ഇറ്റ് കോസസ് ഐ ഡാമേജ് അല്ലേ. ഇനി അടുത്ത് നമ്മൾ പറയണേ 8 സേഫ്റ്റി മെഷേഴ്സ് ഓക്കെ ഓഫ് കോൾഡ് വർക്ക് പെർമിറ്റ് ആയിരുന്നു. എന്തായിരുന്നു അത് അവർ ചോദിച്ച ക്വസ്റ്റ്യനിൽ വരണം എന്ന് പറഞ്ഞാൽ 8 സേഫ്റ്റി മെഷേഴ്സ് ഓഫ് ഹോട്ട് വർക്കിൻ്റെ 8 സേഫ്റ്റി മെഷേഴ്സ് 9 മാർക്ക് ക്വസ്റ്റ്യൻ്റെ അണ്ടറിൽ വരുന്നതെന്നാണ് പറഞ്ഞത്, അല്ലാതെ 9 മാർക്കല്ല. അയ്യോ 9 മാർക്കിന് പോയിന്റ് ഒന്നും ഇല്ല എന്നൊന്നും വിചാരിക്കില്ല. 9 മാർക്ക് ക്വസ്റ്റ്യൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം എന്താണ് 8 സേഫ്റ്റി മെഷേഴ്സ് ഓഫ് ഹോട്ട് വർക്ക്? റിമൂവ് ദ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് അല്ലേ, അവന്മാരല്ലേ എക്സ്പ്ലോഷൻ കോസ് ചെയ്യുന്നത്. ഫയർ വാച്ചർ എപ്പോഴും പ്രസൻറ്റ് ചെയ്യണം വിത്ത് എക്സ്റ്റിങ്ക്വിഷർ. അങ്ങനെ നോക്കി നിൽക്കാനല്ല, അവിടെ ഒരു എക്സ്റ്റിങ്ക്വിഷർ വേണം എന്തെങ്കിലും ഫയർ വന്നാൽ അത് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്യാസ് ടെസ്റ്റ് ഫോർ LEL എന്ന് പറഞ്ഞാൽ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് ആണ്. അപ്പോൾ ഓരോ ഗ്യാസിൻ്റെയും LEL നോക്കും. ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ ലിമിറ്റ്, ലീസ്റ്റ് ലിമിറ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ലിമിറ്റ് അറ്റ് വിച്ച് ദ ഗ്യാസ് കോസ് ഫയർ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ. ഓക്കെ, അപ്പം എന്താണ് ഒരു ആ ഗ്യാസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ലിമിറ്റ് വിച്ച് കോസ് ഇറ്റ്സ് എക്സ്പ്ലോഷൻ. അപ്പം അതിൻ്റെ ആയിട്ടും അണ്ടറിലായിരിക്കണം എപ്പോഴും. ഏതൊരു ഹോട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ അതിന് മുന്നേ നോക്കേണ്ട ഈ ഗ്യാസ് ടെസ്റ്റ് ലോവർ എക്സ്പോഷർ ലിമിറ്റാണ്. ഓക്കെ, പിന്നെ PPE പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് വേണം. പിന്നെ ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഫാബ്രിക്കാണ്. ആ ഫാബ്രിക് എന്തിനാണ്? ഫയർ അണയ്ക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഫയർ അണയ്ക്കുന്ന എന്താണ്? ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്യും ആ ബ്ലാങ്കറ്റ് മൊത്തത്തിൽ മൂടുമ്പോൾ ഫയറിന് മുകളിൽ കൂടെ. പെർമിറ്റ് അപ്രൂവൽ, വർക്ക് പെർമിറ്റില്ലേ, അതിൻ്റെ അപ്രൂവൽ വേണം. പിന്നെ പ്രോപ്പർ വെന്റിലേഷൻ, അല്ലെങ്കിൽ കൺഫൈൻഡ് ഏരിയയിലാണ് ഫോഴ്സ് വെന്റിലേഷൻ. കൺഫൈൻഡ് ഏരിയ ഒരു ഹോട്ട് വർക്ക് പെർമിറ്റ് അല്ല. കൺഫൈൻഡ് ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന വെൽഡിംഗ് ആണെങ്കിൽ ഹോട്ട് വർക്കാണ്, മനസ്സിലായോ? അതിന് ഹോട്ട് വർക്ക് പെർമിറ്റ് വേണം. പിന്നെ ഫയർ വാച്ച് ആഫ്റ്റർ ജോബ് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഫയർ വാച്ചർ അരമണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് എന്താണ് ഫയർ വരുന്നുണ്ടോ എന്ന് ജോബിന് ശേഷം നോക്കണം. പിന്നെന്താ ഒബ്ജക്റ്റീവ്സ് ടു പെർമിറ്റ് ടു വർക്ക്, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ടു കൺട്രോൾ ദ ഹസാർഡസ് വർക്ക് സേഫ്ലി, ടു എൻഷുർ ഓതറൈസ്ഡ് സൂപ്പർവിഷൻ ഇസ് പ്രസൻറ്റ്, ടു എസ്റ്റാബ്ലിഷ് വർക്കർ കോമ്പിറ്റൻസി, ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ് ത്രൂ പ്ലാനിങ്. പ്രോപ്പർ പ്ലാനിങ് വെച്ചിട്ട് ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അതിനെ നേരത്തെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക. എന്തെങ്കിലും ആക്സിഡൻറ്റോ ഹസാർഡ്സോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാനിന് കാരണം വി ക്യാൻ പ്രിവെൻറ്റ് ആക്സിഡൻറ്റ് അല്ലേ. പിന്നെ എൻഷുർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീംസ്, എൻഫോഴ്സ് സേഫ്റ്റി ചെക്സ്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്ക് പെർമിറ്റ്. വർക്ക് പെർമിറ്റും പെർമിറ്റ് വർക്കും ഒന്നാണ്. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആയ റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇനി അടുത്ത് നമ്മൾ പറയാണ് ക്ലാസിഫൈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്യൂട്ടബിലിറ്റി ഓഫ് 7 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് 14 മാർക്കിന് ചോദിച്ചു. 2 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഫോർ ഐ പ്രൊട്ടക്ഷൻ 5 മാർക്കിന് ചോദിച്ചു. 2 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഫോർ ഹെഡ് പ്രൊട്ടക്ഷൻ 3 മാർക്കിന് ചോദിച്ചു. സ്ട്രാറ്റജീസ് ടു മേക്ക് എംപ്ലോയേഴ്സ് കംഫർട്ടബിൾ വിത്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഇതിലേതിലോ ഒരെണ്ണത്തിൽ നമ്മളെ പ്രൊട്ടക്ഷൻ 2 വരയ്ക്കാനൊക്കെ അങ്ങനെ എന്തൊക്കെ ചോദിച്ചായിരുന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നോക്കാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഓക്കെ, അതിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അത് എപ്പോഴും ഓർക്കണം. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇട്ടാൽ എല്ലാം ആയില്ല. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എഞ്ചിനീയറിംഗ് കൺട്രോൾ മെഷേഴ്സ് ഉറപ്പുവരുത്തണം. അതായത് നമ്മൾ ആ ടോക്സിക് ഗ്യാസ്, ഇപ്പോൾ ഒരു ഭയങ്കര ടോക്സിക് ഗ്യാസ് ഉള്ള ഒരു സ്ഥലത്ത് പോയി നമ്മൾ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ, അവിടെ നമ്മൾ മാസ്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. അങ്ങനെയല്ല. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ടോക്സിക് ഗ്യാസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ പ്രസൻസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ അത് കുറയ്ക്കണം ആദ്യം. പിന്നെയൊക്കെയാണ് നമ്മളെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പം ആദ്യം നമ്മൾ നോക്കിയാൽ നമ്മളെ ഹെഡ് ടോ ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എല്ലാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റും കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഇവിടെ ഒരാളാണെങ്കിൽ ഹെഡിൽ നമുക്ക് ഹെൽമെറ്റ് ഉണ്ട്, സേഫ്റ്റി ഹെൽമെറ്റ് ഉണ്ട്, ഗോഗിൾസ് ഉണ്ട്, റെസ്പിറേറ്റേഴ്സ് ഉണ്ട്, ചെവിയിലാണെങ്കിൽ ഇയർ മഫ്സ് ഉണ്ട്, ഇയർ പ്ലഗ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് വെസ്റ്റ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഉണ്ട്, ആം സ്ലീവ്സ് ഉണ്ട്, പിന്നെ ഒരു ഫുൾ ബോഡി കവറോൾസ് എന്നൊക്കെ പറയും, ഫുൾ ബോഡി ഉണ്ട്. പിന്നെ നമ്മളെ കാലിലോട്ട് വരികയാണെങ്കിൽ സ്റ്റീൽ ടോഡ് ബൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരാളെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് എല്ലാ സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്
കിട്ടും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും കിട്ടും. അപ്പോൾ നമ്മൾ നോക്കാം. ഹെഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഹെൽമെറ്റും ബം ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ബംസ് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ നിന്ന് ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ അല്ലെങ്കിൽ ഫേസ് പ്രൊട്ടക്ഷനിൽ ആരൊക്കെ ഉള്ളത്? ഗോഗിൾസും ഫേസ് ഷീൽഡ് അല്ലേ, ഗോഗിൾസ് ഫേസ് ഷീൽഡ്. ഐ പ്രൊട്ടക്ഷൻ വരക്കാൻ ചോദിച്ചാൽ ഇതാ ഇങ്ങനെ ഒരെണ്ണം വരച്ചാൽ മതി, അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് സേഫ്റ്റി ഗോഗിൾസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ സേഫ്റ്റി ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ ആരും മാർക്ക് കുറയ്ക്കാനൊന്നും പോകുന്നില്ല, കാരണം അത് കണ്ണട പോലെ ഇരുന്നാൽ മതി. ഐ ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ, ഗോഗിൾസും ഫേസ് ഷീൽഡ്. അപ്പോൾ ഐ പ്രൊട്ടക്ഷന് വേറെ എണ്ണം വരയ്ക്കുകയാണെങ്കിൽ ഫേസ് ഷീൽഡ് വരയ്ക്കാം. നമ്മളെ വെൽഡിങ്ങിലൊക്കെ ഫേസ് ഷീൽഡ് അല്ലേ ഉപയോഗിക്കുന്നത്. ഇത് കണ്ട ഫേസ് ഷീൽഡ്. ഹിയറിംഗ് പ്രൊട്ടക്ഷനിൽ ഇയർ പ്ലഗ്സും ഇയർ മഫ്സും വരും അല്ലേ. ഇയർ മഫ്സ് എന്ന് പറഞ്ഞതാ ഇയർ പ്ലഗ്സ്, ഇയർ മഫ്സ്. റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ നമ്മൾ പഠിച്ചാണ് ഓൾറെഡി. അതിൽ APR വരുന്നുണ്ട്, പ്യൂരിഫൈയിങ്ങിന് ASR വരുന്നുണ്ട്, എയർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് ഗ്ലൗസ് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ, വേറെ പുതിയതൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ടോ, എനിക്കറിയില്ല. ഫുഡ് പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ് വരുന്നത്? സേഫ്റ്റി ഷൂസ്, സ്റ്റീൽ ടോഡ് ബൂട്ട്സ്. സ്റ്റീൽ ടോഡ് ബൂട്ട്സ് ഇമ്പോർട്ടൻ്റ്. അതാകണ്ട സ്റ്റീൽ ടോഡ് ബൂട്ട്സ്. ഇനി അവിടെയാണ് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസോ വർക്കോ എല്ലാം ചെയ്യുന്നെങ്കിൽ റബ്ബർ ബൂട്ട്സ് അല്ലേ. പിന്നെ ബോഡി പ്രൊട്ടക്ഷൻ, മൊത്തം ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏപ്രൻസ് അല്ലെങ്കിൽ കവറോൾസ്, ഡിസ്പോസിബിൾ സ്യൂട്ട്. ഫോൾ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഹാർനസ് ആൻഡ് ലൈഫ് ലൈൻസ്. പിന്നെ സ്യൂട്ടബിലിറ്റി ഓഫ് 7 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. എവിടെ എന്തിനാണ് ഹെൽമെറ്റ് അതെന്തിനാണ് സ്യൂട്ട് ചെയ്യുന്നത്? ടു പ്രിവെൻറ്റ് ഹെഡ് ഇഞ്ചറീസ് ഫ്രം ഫോളിങ് ഒബ്ജക്റ്റ് അല്ലേ. ഗോഗിൾസ് എന്തിനാണ്? ടു പ്രൊട്ടക്ട് ഐ ഫ്രം ഡസ്റ്റ് കെമിക്കൽസ്. ഫേസ് ഷീൽഡ് ടു പ്രൊട്ടക്ട് ഫ്രം വെൽഡിങ് സ്പാർക്സ് എക്സെട്ര, അവിടെ നിന്ന് ഷീൽഡ് ചെയ്യും. ഇയർ പ്ലഗ്സ് എന്തിനാണ്? നമ്മൾ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് NIHL എന്നെല്ലാം കേട്ടിട്ടുണ്ടാവില്ലേ, അതൊന്നും വരാതിരിക്കാൻ. ടു റെഡ്യൂസ് നോയ്സ് എക്സ്പോഷർ. ഓക്കെ, ഗ്രേറ്റർ ദാൻ 85 ഡെസിബൽ നോയ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹിയറിംഗ് ലോസ് ഭയങ്കര ഡേഞ്ചറാണ്. ഇറ്റ് ക്യാൻ കോസ് ഹിയറിംഗ് ലോസ് ലൈക്ക് NIHL, നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്. പിന്നെ എന്താണ് ഗ്ലൗസ് പ്രൊട്ടക്ട്സ് ഫ്രം കെമിക്കൽസ്, കട്ട്സ് എക്സെട്ര. പിന്നെ സ്പാർക്സിനും പ്രൊട്ടക്ട് ചെയ്യും, നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ സ്പാർക്കിന് ബേൺസിനും എല്ലാം പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ സേഫ്റ്റി ഷൂസ് ലൈക്ക് സ്റ്റീൽ ടോഡ് ബൂട്ട്സ് എന്താണ് പ്രിവെൻറ്റ് സ്ലിപ്സും ഫോളിങ് ലോഡ്സും. സ്റ്റീൽ ടോഡ് ബൂട്ട്സ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും വന്ന് വീണാലും കുഴപ്പമൊന്നുമില്ല. സ്ലിപ്പ് എന്താണ് ഇവിടെ സ്റ്റീൽ ടോഡ് ബൂട്ട്സിൽ അടിയിൽ നല്ല ഗ്രിപ്പായിരിക്കും. ഓക്കെ, ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം സ്ലിപ്സ് ആൻഡ് ഫോളിങ് ലോഡ്സ്. പിന്നെ ഏപ്രൺ അല്ലെങ്കിൽ കവറോൾ എന്താണ് പ്രൊട്ടക്ട് ദ എൻറ്റയർ ബോഡി ഫ്രം ഹീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ സ്പ്ലാഷോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലൊന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏപ്രൺസ് അല്ലെങ്കിൽ കവറോൾസ് ഇടുന്നു. പിന്നെ ഐ പ്രൊട്ടക്ഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഐ പ്രൊട്ടക്ഷനിൽ തന്നെ 2 വരയ്ക്കാൻ പറഞ്ഞാൽ ഒരെണ്ണം സേഫ്റ്റി ഗോഗിൾസ് വരയ്ക്കുന്നു. അടുത്തെന്താ സേഫ്റ്റി ഗോഗിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൂടിയ സാധനം ഉണ്ടാവും, അല്ലാതെ വെറും കണ്ണട വരച്ച് വെക്കല്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടാവും, കുറച്ച് ആർട്ടിസ്റ്റൊക്കെ ആവാം. ഓക്കെ, പിന്നെ നമ്മളെ എന്താ ഉള്ളത്? പിന്നെ നമ്മളെ ഫേസ് ഷീൽഡ് ഉണ്ട് അല്ലേ. അതെന്തിനാണ്? വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഫേസ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട്സ് ഫ്രം സ്പാർക്സ്, ഹീറ്റ് ആൻഡ് മോൾട്ടൺ മെറ്റൽ. സേഫ്റ്റി ഗോഗിൾസ് ഇമ്പാക്റ്റ് റെസിസ്റ്റൻ്റ് ആണ് അല്ലേ. എന്തെങ്കിലും ഒരു ചെറിയ സാധനം വന്ന് നമ്മളെ കണ്ണി കുത്താൻ നിന്നാൽ ആ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യും. പിന്നെ കെമിക്കൽ സ്പ്ലാഷ് പ്രൊട്ടക്ഷൻ എക്സെട്ര. ഇത് കണ്ട കുറേ കണ്ണട, ഇത് നമ്മൾ സാധാ കണ്ണട. കണ്ണടയിൽ ഇവിടെ സൈഡിലൊക്കെ സാധനം വന്നാൽ കുറച്ചും കൂടി സേഫായി. ഇങ്ങനെ സേഫ്റ്റി കൂടി ഇതെന്താ സംഭവം, ഇതിന് സേഫ്റ്റി വലിയ ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കൂടി വന്ന് പിന്നെ നമ്മളെ ഗോഗിൾസ് വന്നു കണ്ട, കവർ ഗോഗിൾസ് വന്നു, മൊത്തം കവറുള്ള ഗോഗിൾ. പിന്നെ ഇൻഡയറക്റ്റ് വെന്റിലേറ്റർ, അത് തന്നെ സെയിം സേഫ്റ്റി ഗോഗിൾസ് ആണ്. ആ ഗോഗിൾസിനുള്ള വേരിയേഷനാണ്, ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹെഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഈ ഹെൽമെറ്റ് ഉണ്ടല്ലോ, സേഫ്റ്റി ഹെൽമെറ്റ് തന്നെ ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടല്ലേ. ഇവിടെ ലോഡർ ഹെൽമെറ്റിന് എന്താണ് ലോഡ് താങ്ങാൻ പറ്റണം, അപ്പോൾ അതിനായിട്ടൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ അതിനായിട്ടൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വെൽഡിംഗ് ഹെൽമെറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റ് ആണെങ്കിൽ അത്. പിന്നെ ഫൈബർ ഗ്ലാസ് ഹെഡ് സ്ക്രീൻ ഉള്ള ഹെൽമെറ്റ്, ഇവിടെ ഇത് ഫൈബർ ഗ്ലാസ് ആയിരിക്കും. ഫൈബർ ഗ്ലാസ്സിന് കുറേ ഗുണങ്ങളുണ്ട്, നമ്മളെ ഇതും റേഡിയേഷനും ഒന്നും അടിക്കത്തില്ല വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഹെഡ് പ്രൊട്ടക്ഷൻ, ഹാർഡ് ഷെൽ ഹെൽമെറ്റ് അബ്സോർബ്സ് ഇമ്പാക്റ്റ് അല്ലേ. എന്തെങ്കിലും ബം ക്യാപ്സും വരും കേട്ടോ ഹെഡ് പ്രൊട്ടക്ഷനിൽ. ഹാർഡ് ഷെൽ എന്താ ചെയ്യുന്നത്? അബ്സോർബ്സ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ജീവിച്ചിരിക്കുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ചിൻ സ്ട്രാപ്പ് പ്രിവെൻറ്റ്സ് ഫ്രം ഫോൾ ഓഫ്. നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് നമ്മളെ ബൈക്കിന് ഹെൽമെറ്റിന് ഓർത്താൽ മതി, നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് ചിൻ സ്ട്രാപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഹെൽമെറ്റ് ഇട്ടിട്ട് കാര്യമില്ല. സസ്പെൻഷൻ സിസ്റ്റം റെഡ്യൂസസ് ഫോഴ്സ്. നമ്മൾ ആ ഹെൽമെറ്റിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം, അത് നമ്മൾ നേരെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് തട്ടി നിൽക്കുകയല്ല ചെയ്യുന്നത്. അകത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഭാഗത്ത് തട്ടിക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു ബാൻഡ് ഉണ്ട്. ഓക്കെ, ഇവന്മാർ തമ്മിൽ കുറച്ച് എയർ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് സസ്പെൻഷൻ സിസ്റ്റം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വന്നാൽ
ഈ ഇതിൽ ആദ്യം തട്ടും, എന്നിട്ട് ഇത് അടിയിലോട്ട് പോയാലും കുഴപ്പമില്ല, നമ്മളെ ബാൻഡിലാണ് നമ്മളെ തല ഹെഡിൻ്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പോൾ സസ്പെൻഷൻ സിസ്റ്റം റെഡ്യൂസസ് ഫോഴ്സ്. സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് യൂസേജ്. എങ്ങനെ നമുക്ക് ആ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇടുന്നതിൻ്റെ യൂസേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, കംഫർട്ടബിൾ ഡിസൈൻ, എർഗണോമിക് ഡിസൈൻ കൊടുക്കുക. ഇപ്പോൾ ഹെൽമെറ്റ് ആണെങ്കിലും ഇതാണെങ്കിലും ഹെഡ് സ്ക്രീൻ ആണെങ്കിലും റൈറ്റ് സൈസ് ഫിറ്റിംഗ്. നമ്മൾ ഗ്ലൗസ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ കറക്റ്റ് സൈസിലുള്ള ഗ്ലൗസും ഏപ്രൺസും എല്ലാം കവറോൾസും എല്ലാം മേടിക്കുക. പിന്നെ മോട്ടിവേഷണൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക ആൻഡ് വർക്കർ ഇൻവോൾവ്മെൻറ്റ്. വർക്കറിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, കാരണം അവരാണ് പണിയെടുക്കാൻ പോകുന്നത്. ഹൗസ് കീപ്പിങ്ങിനെ കുറിച്ചാണ് അടുത്ത നമ്മളെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ആദ്യം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ അതിൽ തന്നെ വർക്ക് പെർമിറ്റും ഇടയ്ക്കേറി വന്നു. പിന്നെ ഉള്ളത് ഹൗസ് കീപ്പിംഗ് ആണ്. 5S റൂളും ഹൗസ് കീപ്പിങ്ങും. എന്താണ് ഹൗസ് കീപ്പിംഗ്? ഹൗസ് കീപ്പിംഗ് എന്താണ്? അപ്പോൾ അതിന് മുന്നേ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിച്ചാൽ നമുക്ക് നോക്കാം. 5S കോൺസെപ്റ്റിനെ കുറിച്ച് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്? 5S വീണ്ടും ചോദിച്ചിട്ടുണ്ട് 9 മാർക്കിന്. റോൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ഇൻ ഹൗസ് കീപ്പിംഗ് 7 മാർക്കിന്. 10 റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ഹെഡ്. ഒരു ഹൗസ് കീപ്പിംഗ് ഹെഡിനുള്ള ആവശ്യമുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? 8 മാർക്കിന്. 5S ഒരു 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 14 മാർക്കിന് 5S മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൗസ് കീപ്പിംഗ് എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ സേഫ്റ്റി പ്രാക്ടീസസ്. ഹൗസ് കീപ്പിംഗ് എന്താ എന്ന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. എന്നാലും അറിഞ്ഞിരിക്കണം. ഹൗസ് കീപ്പിംഗ് ഈസ് ദ ഫണ്ടമെൻ്റൽ സേഫ്റ്റി പ്രാക്ടീസസ് ടു കീപ് ദ വർക്ക് പ്ലേസ് ക്ലീൻ ഓർ ഓർഗനൈസ്ഡ് ആൻഡ് ഫ്രീ ഫ്രം ഹസാർഡ്സ്. ഓക്കെ, ആകെ 3 ഫണ്ടമെൻ്റൽ സേഫ്റ്റി പ്രാക്ടീസസ് ടു കീപ് ദ വർക്ക് പ്ലേസ് ക്ലീൻ, ഓർഗനൈസ്ഡ് ആൻഡ് ഫ്രീ ഫ്രം ഹസാർഡ്. അപ്പം അതിൽ ഹൗസ് കീപ്പിങ്ങിനുള്ള മെയിൻ ഹൗസ് കീപ്പിംഗ് സ്ട്രാറ്റജിയാണ് 5S എന്ന് പറയുന്നത്. 5S ജപ്പാനിൽ ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ പേരൊക്കെ സേരി, സെയ്റ്റോൺ, സെയ്സോ, സെക്യൂട്സു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അതിന് മെയിൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ സോട്ട്, സെറ്റ് ഇൻ ഓർഡർ, ഷൈന്, സ്റ്റാൻഡർഡൈസ് ആൻഡ് സസ്റ്റെയിൻ. ഇവിടെ നോക്കി നോക്ക്, സോർട്ട് വരുന്നുണ്ട്, സെറ്റ് ഇൻ ഓർഡർ അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ. സെറ്റ് ഇൻ ഓർഡർ, കറക്റ്റ് ഓർഡറിൽ വെക്കുന്നു, കണ്ട ഓർഡറിൽ വെക്കുന്നു. പിന്നെ ഷൈന്, സ്റ്റാൻഡർഡൈസ് ആൻഡ് പിന്നെ അവസാനത്തെ സസ്റ്റെയിൻ. അപ്പം സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവ് അൺവാണ്ടഡ് ഐറ്റംസ് അല്ലേ. നമ്മളെ കയ്യിൽ വെറുതെ നമുക്കൊരു കടയുണ്ടെന്ന് വിചാരിച്ചു, നമ്മളൊരു ടൂളിൻ്റെ കടയാണെന്ന് വിചാരിച്ചാൽ ആ ടൂളിലെല്ലാം ഇങ്ങനെ നിലത്ത് വാരി കിടക്കുകയാണെങ്കിൽ അതിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ ഉണ്ടാവും. അതിനെ റിമൂവ് ചെയ്ത് കളയുക സോർട്ട്. പിന്നെ സെറ്റ് ഇൻ ഓർഡർ, അറേഞ്ച് ദ ഐറ്റംസ് പ്രോപ്പർലി. അതിന് നട്ടെല്ലാം ഒരു സ്ഥലത്ത്, ബോൾട്ടെല്ലാം ഒരു സ്ഥലത്ത്, വാഷറെല്ലാം ഒരു സ്ഥലത്ത്. സെറ്റ് ഇൻ ഓർഡർ. ക്ലീൻ ദ വർക്ക് പ്ലേസ് ഡെയിലി. കുറച്ച് കാണാൻ മേനെയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കസ്റ്റമേഴ്സൊക്കെ നല്ല രീതിയിൽ വരും. പിന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് സ്പോട്ട് ഇഷ്യൂസ് ഫാസ്റ്റ്. ഓക്കെ, അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും റെസ്റ്റോ എന്തെങ്കിലും പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ഓക്കെ, അതാണ് ഹെൽപ്പ് സ്പോട്ട് ദ ഇഷ്യൂസ് ഫാസ്റ്റ്. ഷൈൻ അല്ലേ, ഷൈൻ. പിന്നെ സ്റ്റാൻഡർഡൈസ്. ഇപ്പം നട്ടും ബോൾട്ടിൻ്റെ കാര്യമാണ്. M15, M20 എന്നൊക്കെ പറഞ്ഞ ഡയമീറ്ററുള്ള നട്ടാണ്. അല്ലാതെ ഇപ്പം നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കുകയാണെങ്കിൽ തന്നെ സ്റ്റാറും ഉണ്ട് മൈനസും ഉണ്ട് അല്ലേ. സ്റ്റാറും മൈനസും ഉണ്ട്. വല്ല ഡയമണ്ടോ വല്ല ഉള്ള എന്തെങ്കിലും ഒരു സ്ക്രൂ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ കിട്ടത്തില്ല. അതാണ് സ്റ്റാൻഡർഡൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻറ്റെയിൻ ദ സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് എന്താണ് ചെയ്ത ഹൗസ് കീപ്പിങ്ങിൽ ഒരു പാർട്ടാണ് സ്റ്റാൻഡർഡൈസ് എന്ന് പറയുന്നത്. പിന്നെ സസ്റ്റെയിൻ. ഈ കാര്യങ്ങളൊക്കെ ഒരു വർഷം ചെയ്തൊരു കാര്യമല്ല, അതിനെ വീണ്ടും നിലനിർത്തണം. സസ്റ്റെയിൻ. പീരിയോഡിക് ഓഡിറ്റ്സ് നടത്തുന്നത് നല്ലതായിരിക്കും ഇത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. What are the benefits of good housekeeping? It reduces accidents, it improves efficiency, it saves time, it enhances the morale of the workers, and it reduces fire hazards. ക്ലീൻ ആക്കി വെച്ചാൽ ഫയർ ഹാസാർഡിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റെഡ്യൂസ് ആക്സിഡൻറ്റ്, ട്രിപ്പിങ്ങോ ഫോളിങ്ങോ നമ്മൾ നട്ടോ ബോൾട്ടോ വല്ല അടി കിടന്നാൽ എന്താണ് നമ്മൾ വന്ന് വീഴും. ദാറ്റ് കോസസ് ആക്സിഡൻറ്റ് അല്ലേ, റിസൾട്ട് ഇൻ ആക്സിഡൻറ്റ്. ഇംപ്രൂവ്സ് എഫിഷ്യൻസി. കാണാൻ മേനെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കൂടും. അപ്പം ഇംപ്രൂവ്സ് എഫിഷ്യൻസി. അല്ലെങ്കിൽ എവിടെയാണ് സെറ്റ് ഇൻ ഓർഡറിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാം, അത് കൊടുക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ ഓരോന്നും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എളുപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ടൂൾ ബോക്സിൻ്റെ. ഓക്കെ, ഇനി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ഹെഡ്. ഒരു ഹൗസ് കീപ്പിംഗ് ഹെഡിന് ആവശ്യമുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ഡെയിലി ഇൻസ്പെക്ഷൻ. ഓക്കെ, വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള വേസ്റ്റിനെ പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുക. ഓരോന്ന് റീസൈക്ലബിൾ ചെയ്താൽ ഡിഗ്രേഡ് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കളക്ഷന്, അതിൻ്റെ പ്രോപ്പർ ഡിസ്പോസൽ, അതൊക്കെയാണ്. പിന്നെ അപ്പം എൻഷുറിങ് ക്ലെൻലിനെസ്, മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോറേജ് ഏരിയ. എല്ലാം പുറത്ത് നല്ല രീതിയിലാക്കിയിട്ടിട്ട് സ്റ്റോർ ഏരിയയിൽ മൊത്തം വാരി വലിച്ചിടുക, അങ്ങനെയല്ല. പിന്നെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക വർക്കേഴ്സിന്. പിന്നെ മോണിറ്ററിങ് PPE യൂസേജ്, റിപ്പോർട്ടിംഗ് ദ ഹസാർഡ്സ്, കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്,
ഇംപ്ലിമെൻറ്റിങ് ദ 5S റൂൾ. അത് തന്നെ എന്താണ് 5S റൂളിൽ എന്താണ് സോർട്ട് ചെയ്തതിനു ശേഷം അതായത് റിമൂവ് അൺവാണ്ടഡ്, സെറ്റ് ഇൻ ഓർഡറിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എല്ലാം കറക്റ്റ് സ്ഥലത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നു, എഫിഷ്യൻസി കൂട്ടും. പിന്നെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നു. പിന്നെന്താ അവസാനം സ്റ്റാൻഡേർഡൈസ് ഇപ്പോൾ 4 ഉള്ളൂ. പിന്നെ ഷൈൻ ഇതിൻ്റെ ഇടയിൽ വന്നു അല്ലേ, അതായത് ക്ലീൻ ആക്കി വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അവസാനം സസ്റ്റെയിൻ 5th വൺ ഈസ് സസ്റ്റെയിൻ. അതാണ് ഇംപ്ലിമെൻറ്റിംഗ് 5S. പിന്നെ മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ്. സേഫ്റ്റി പെർഫോമൻസ് മോണിറ്ററിങ്. നമ്മൾ ഇനി ഓരോ സ്ഥലത്തെയും സേഫ്റ്റി എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, സേഫ്റ്റി പെർഫോമൻസ് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ഥലം സേഫ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ സേഫ് ആണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതിന് സേഫ്റ്റി പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഡിസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ട 3 സേഫ്റ്റി പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി റേറ്റ്, ഇൻസിഡൻസ് റേറ്റ് എന്താണെന്ന് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ടു മോണിറ്റർ സേഫ്റ്റി പെർഫോമൻസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റിയാക്റ്റീവ് മെഷേഴ്സ് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മെഷർമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഈ സേഫ്റ്റി പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, കുറച്ച് മെഷർമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സേഫ്റ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരെണ്ണം ഫ്രീക്വൻസി റേറ്റ്, അടുത്ത എന്താ സിവിയറിറ്റി റേറ്റ്, പിന്നെ ഒരെണ്ണം ഇൻസിഡൻസ് റേറ്റ്. ഫ്രീക്വൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ഓഫ്റ്റൻ ദ ആക്സിഡൻറ്റ്സ് ഹാപ്പൻ അല്ലേ, എത്ര ഓഫൺ ആയിട്ട് നമ്മൾ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ടെന്ന്. Now it is calculated per 1 million man hours. 1 million man hours എടുത്ത് നോക്കുമ്പോൾ അതിൽ എത്ര അവേഴ്സ് ഈ ആക്സിഡൻറ്റ് കാരണം പോയിട്ടുണ്ട് അത് നോക്കുന്നത്. ഓക്കെ, അത് കൂടുതലാണെങ്കിൽ അത്രയും ഫ്രീക്വൻറ്റ് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഇനി സിവിയറിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ആക്സിഡൻറ്റ് തന്നെ എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ അല്ലെങ്കിൽ എത്രത്തോളം സിവിയർ ആയിരുന്നു, എത്രത്തോളം സീരിയസ് ആയിരുന്നു എന്നുള്ളത്. ഇറ്റ് ടെൽസ് ഹൗ സീരിയസ് ദ ആക്സിഡൻറ്റ്സ് വേർ അല്ലെങ്കിൽ ആർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോസ്റ്റ് വർക്ക് ഡേയ്സ്. ഓക്കെ, ഡൗൺ ടൈം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഡൗൺ ടൈം അതാണ് ലോസ്റ്റ് വർക്ക് ഡേയ്സ്. എത്രത്തോളം വർക്ക് ഡേയ്സ് ലോസ്റ്റ് ആയാൽ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോസ്റ്റ് വർക്ക് ഡേയ്സ് ആൻഡ് ദ ഹയർ ദ നമ്പർ ഓഫ് സിവിയറിറ്റി റേറ്റ് അല്ലെങ്കിൽ ഹയർ ദ സിവിയറിറ്റി റേറ്റ് മോർ സിവിയർ ദ ഇഞ്ചറീസ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ കാല് എന്തെങ്കിലും ഒരു സാധനം വന്ന് വീണാൽ അത് മോർ സിവിയറാണ്. കാരണം അങ്ങേര് അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മൊത്തം വരാതിരിക്കും. ഫ്രാക്ചർ ആണെങ്കിൽ അടുത്ത മാസം മൊത്തം വരാതിരിക്കും. അതാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോസ്റ്റ് വർക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇഞ്ചറീസ് പെർ 1000 വർക്കേഴ്സ്. ഓക്കെ, ഇതിന് ഇൻസിഡൻസ് റേറ്റും ഫ്രീക്വൻസി റേറ്റും തമ്മിലുള്ള ഇതുണ്ട്. പെർ 1000 വർക്കേഴ്സിലാണ് പറയുന്നത്, അവിടെ മാൻ അവേഴ്സ് എന്നായിരുന്നു പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇഞ്ചറീസ് പെർ 1000 വർക്കേഴ്സ്. ഇറ്റ് ഷോസ് ദ ചാൻസ് ഓഫ് എ വർക്കർ ഗെറ്റിംഗ് ഇഞ്ചർഡ്. ഓക്കെ, ആൻഡ് ഹയർ ദ നമ്പർ ഓഫ് ഇൻസിഡൻസ് റേറ്റ് അല്ലെങ്കിൽ ഹയർ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുമ്പോൾ അൺസേഫ് വർക്ക് പ്ലേസ്. ആ ഇൻസിഡൻസ് റേറ്റ് കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വർക്ക് പ്ലേസ് സേഫ് അല്ല എന്നാണ്. നൗ ഹൗ ടു മോണിറ്റർ സേഫ്റ്റി പെർഫോമൻസ്. സേഫ്റ്റി പെർഫോമൻസിൻ്റെ ആദ്യം ഈ 3 നമ്മൾ നോക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഫ്രീക്വൻസി റേറ്റ്, ഇൻസിഡൻസ് റേറ്റ്, സിവിയറിറ്റി റേറ്റ്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നോക്കുന്നത്, എന്താണ് ആക്സിഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ ഇടയിൽ വരുന്നതാണ്. പിന്നെ നിയർ മിസ് റിപ്പോർട്ടിംഗ്. ആക്സിഡൻറ്റ് സംഭവിച്ചില്ല പക്ഷേ സംഭവിച്ചേനെ അങ്ങനത്തെ കുറച്ച് സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ റിപ്പോർട്ട് ചെയ്യുക. അതിനെ റിപ്പോർട്ട് ചെയ്ത് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സേഫ്റ്റി പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു വഴിയാണ് നിയർ മിസ് റിപ്പോർട്ടിംഗ്. പിന്നെ സേഫ്റ്റി ഓഡിറ്റ്സ് നടത്തുന്നത്, ഇൻസ്പെക്ഷൻസ് നടത്തുന്നത്, പ്രോപ്പറായിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ ഇൻസ്പെക്ഷൻസ് നടക്കുന്നത്. പിന്നെ സേഫ്റ്റി മീറ്റിംഗ്സ് ഓരോ ആഴ്ച തോറോ അല്ലെങ്കിൽ ഓരോ മാസം തോറും സേഫ്റ്റി മീറ്റിംഗ്സ് വെക്കുന്നതും ഇറ്റ് ഹെൽപ്സ് മോണിറ്റർ സേഫ്റ്റി പെർഫോമൻസ്. ഇത്രയേ ഉള്ളൂ നമ്മളെ മൊഡ്യൂൾ 2-ൽ. ഓക്കെ, അപ്പം ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയാൽ the least you can do is subscribe. Okay, it genuinely supports the efforts that goes into making these videos. Thank you.